പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവത്സരം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുകയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ സംഭവിക്കുകയും ചെയ്യും. ടി വിയിലൂടെയുള്ള വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അനേകർക്ക് കർത്താവിൻ്റെ അത്ഭുത ഇടപെടലുകളെ ലഭിക്കുന്നു. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബൈജു ഫ്രാൻസിസ്, നെല്ലിത്താനത്ത് വീട്, മരുതോങ്കര, കോഴിക്കോട് ജില്ല. എനിക്ക് 10 വർഷമായി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് തൊട്ട് അത് വല്ലാതെ കൂടി. പാൻ മസാല ഉപയോഗവും വർദ്ധിച്ചു. രാവിലെ പ്രഭാത ഭക്ഷണത്തിന് പകരം എനിക്ക് മദ്യവും പാൻ മസാലയും കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 ഓഗസ്റ്റിലെ ഒരു ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുവാൻ സാധിച്ചത്. അന്ന് അച്ഛൻ പാപത്തെക്കുറിച്ചായിരുന്നു വചനപ്രഘോഷണം നടത്തിയത്. ഞാനും ശ്രദ്ധാപൂർവം ആ പ്രോഗ്രാമിൽ പങ്കുചേർന്നു. അതെന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതിനുശേഷം മദ്യപാനത്തിൽ നിന്നും പാൻ മസാലകളുടെ ഉപയോഗത്തിൽ നിന്നും എൻ്റെ കർത്താവ് തുടർന്നുള്ള ദിവസങ്ങളിൽ പരിപൂർണമായും എന്നെ വിടുവിച്ചു.
ഇന്നേക്ക് 45 ദിവസമായി ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. 2 ധ്യാനങ്ങളും കൂടാൻ അതേ തുടർന്ന് എൻ്റെ കർത്താവ് എനിക്ക് വാതിൽ തുറന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി അടിമയായിരുന്ന ഈ ജീവിതത്തിൽ കർത്താവ് രക്ഷകനായി കടന്നു വന്നു തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. PJ ഫ്രാൻസിസ്, പൂനാട്ട് ഹൗസ്, മായന്നൂർ PO, തൃശ്ശൂർ. 29/11/2006 അഭിഷേകാഗ്നിയുടെ സമയത്ത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്നും കരണ്ട് അടിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ശരീരത്തിലേക്ക് ദൈവശക്തി പ്രവഹിക്കുന്നതായി ഞാൻ അനുഭവപ്പെട്ടു. അതേ തുടർന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറുകയും നടുവേദനയും പുറം വേദനയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും മാറി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവമക്കൾ സഗീവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് എഴുതി സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഈ മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. സഗീവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഒരു ലെറ്റർ എടുത്ത് എഴുതി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുത്തൻ ആണ്ടിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന എന്നോടും നിങ്ങളോടും എന്താണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത്? ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ വർഷത്തിൽ നാം എന്ത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? വലിയ വലിയ മഹാത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമോ? വലിയ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമോ? നല്ല നല്ല നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? പുതിയ പുതിയ ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നോട് സംസാരിച്ചൊരു ദൂതുണ്ട്. ഇന്ന് ലോകത്തിന് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് വലിയ വലിയ നേതാക്കന്മാരല്ല. ഇന്ന് ലോകത്തിന് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് വലിയ വലിയ കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ അല്ല. ഇന്ന് ലോകത്തിന് ഏറ്റവും അധികമായി ആവശ്യമായിരിക്കുന്നത് സമൃദ്ധിയോ സമ്പത്തോ അല്ല. ഇന്ന് ലോകത്തിന് ഏറ്റവും അധികമായി ആവശ്യമായിരിക്കുന്നത് ആരോഗ്യമോ വിദ്യാഭ്യാസമോ അല്ല. ദൈവത്തിൻ്റെ അഭിഷേകം എനിക്ക് വെളിപ്പെടുത്തുന്ന സംഗതി ഇതാണ്: പരിശുദ്ധാത്മാവിൻ്റെ നവമായ ഒരു പ്രവാഹം, എ ഫ്രഷ് മൈറ്റി ഔട്ട് പോറിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇതിനു വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ കാണുന്ന സകല കാര്യങ്ങളും, ഈ കാണുന്ന സകല സംവിധാനങ്ങളും വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. ജീവനറ്റ ചേതനയില്ലാത്ത വെറും നിർമ്മാണങ്ങൾ മാത്രമായിരിക്കും അവ. പരിശുദ്ധാത്മാവാണ് ചൈതന്യം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തനാഗോറസ് എന്ന് പറയുന്ന പാത്രിയാർക്കീസ് തൻ്റെ സഭയെക്കുറിച്ച് വിലപിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഇങ്ങനെയാണ് വിലപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, തൻ്റെ സഭയ്ക്ക് നിയമാനുഷ്ഠാനത്തിൻ്റെ അടിമത്തം വന്നതിനെക്കുറിച്ച് പാത്രിയാർക്കീസായ അത്തനാഗോറസ് വിലപിക്കുകയാണ്. മറ്റേതൊരു സംഘടനയും പോലെ സഭയെയും നാം ആക്കി തീർത്തിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കത്തക്ക വിധം നാം അതിനെ കെട്ടിപ്പടുക്കുകയും അത് സ്വയം പ്രവർത്തനനിരതമാകുന്നതിന് വേണ്ടി നാം അധ്വാനിക്കുകയും ചെയ്യുന്നു. അത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഉദ്ദേശിച്ച രീതിയിൽ നിന്നും വളരെ താണ നിലവാരത്തിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. എന്നിട്ട് അദ്ദേഹം ഉച്ചത്തിൽ ഇങ്ങനെ വിലപിച്ചു, എന്നാൽ അത് ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ജീവനുള്ള ഒന്നിനെ പോലെ അല്ല, അത് ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനുള്ള ഒന്നിനെ പോലെ അല്ല അത് കാണപ്പെടുന്നത്. തൻ്റെ സഭയെക്കുറിച്ച് ഓർത്തഡോക്സ് പാത്രിയാർക്കീസായ അത്തനാഗോറസ് വിലപിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, എന്താ ഇന്ന് കുടുംബത്തിൻ്റെ അവസ്ഥ? എന്താ ഇന്ന് ഇടവകയുടെ അവസ്ഥ? എന്താ ഇന്ന് നിന്റെ സഭയുടെ അവസ്ഥ? സഭയ്ക്ക് ജീവനുണ്ടാകാൻ, ഇടവകയ്ക്ക് ജീവനുണ്ടാകാൻ, കുടുംബത്തിന് ജീവനുണ്ടാകാൻ, വ്യക്തിപരമായ ജീവിതത്തിന് ഉണർവുണ്ടാകാൻ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം വേണം. ഈ ആത്മാവില്ലാത്തിടത്ത് യാന്ത്രികത ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു യന്ത്രം പോലെ മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു യന്ത്രം പോലെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു യന്ത്രം പോലെ ഇടവക പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു യന്ത്രം പോലെ സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവാണ് ചൈതന്യം പകരുന്നത്. പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1968 ഉപ്സാലായിലുള്ള ലോക എക്യുമെനിക്കൽ കൗൺസിൽ വെച്ചിട്ട് മെത്രാപോലിത്തയായിരുന്ന മാർ ഇഗ്നാത്യോസ് നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. പരിശുദ്ധാത്മാവിന്റെ അഭാവത്തിൽ ദൈവം വിദൂരസ്ഥനായി നിൽക്കുന്നു. ക്രിസ്തു ഭൂതകാലത്തിൽ വസിക്കുന്നു. സുവിശേഷം നിർജീവമായ അക്ഷരങ്ങൾ മാത്രം. സഭയോ വെറുമൊരു സംഘടന, അധികാരം കീഴ്പ്പെടുത്താനുള്ള ഒരു ഉപകരണം. പ്രേക്ഷിത വൃത്തി വെറും പ്രചാരണം. ആരാധന അനുസ്മരണ ചടങ്ങ് മാത്രം. ക്രൈസ്തവ ജീവിതം അടിമത്തപരമായ വെറുമൊരു ധാർമ്മിക വൃത്തി. എന്നാൽ പരിശുദ്ധാത്മാവിൽ ജീവന്റെ ഊഷ്മളത പൊട്ടിവിടരുന്നു. ഉത്തിതനായ ക്രിസ്തു സന്നിഹിതനാകുന്നു. സുവിശേഷം ജീവശക്തിയായി മാറുന്നു. സഭ ത്രിയേക ദൈവത്തിന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. നേതൃത്വം വിമോചനമരുളുന്ന ശുശ്രൂഷയായി രൂപാന്തരപ്പെടുന്നു. പ്രേക്ഷിത പ്രവർത്തനം പന്തക്കുസ്താനുഭവമായി ജ്വലിക്കുന്നു. ആരാധന ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടലായി മാറുന്നു. മനുഷ്യപ്രയത്നം ദൈവികമായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഴിയുള്ള വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുതുവർഷത്തിൽ ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ദൂത് ഒരു നവമായ പ്രവാഹത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അത്യുദാരമായ ഒരു പ്രവാഹത്തിന് വേണ്ടി ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഈ പുതുവർഷം ആത്മാഭിഷേകത്തിന്റെ വർഷമാകണം. ഈ പുതുവർഷം ആത്മാവിന്റെ സമൃദ്ധി അനുഭവിക്കുന്ന വർഷമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. For what this new year for us? ഈ പുതുവർഷം എനിക്ക് നിങ്ങൾക്കും എന്തിനു വേണ്ടി? To receive Holy Spirit, to obey Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ ദൈവം ഇതാ എനിക്ക് നിങ്ങൾക്കും ഒരു പുതുവത്സരത്തെ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഈ ഭൂതലത്തെ ദൈവം നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂതലത്തെ ദൈവം മനോഹാരിതയിൽ നിന്ന് മനോഹാരിതയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂതലത്തിന്റെ മുഖം ദൈവം മനോഹരമാക്കി മാറ്റുന്നു. എങ്ങനെയാണ്? പുതിയ സൃഷ്ടികൾ നടത്തിയിട്ടല്ല, തൻ്റെ ആത്മാവിനെ വർഷിച്ചിട്ട്. അതാണ് സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ അരൂപയെ അയക്കുക, അപ്പോൾ ഭൂമുഖം നവീകരിക്കപ്പെടും. അങ്ങയുടെ അരൂപയെ അയക്കുക, അപ്പോൾ ഭൂമുഖം നവീകരിക്കപ്പെടും. Send forth your holy fire, the earth shall be renewed. ഈ ഭൂമി റിന്യൂഡ് ആകാൻ, ഈ ഭൂമുഖം നവീകരിക്കപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ഭൂതലത്തെ മനോഹരമാക്കി മാറ്റുന്നത്, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സഭയെ മനോഹരമാക്കി മാറ്റുന്നത്, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കുടുംബങ്ങളെ, വംശങ്ങളെ മനോഹരമാക്കി മാറ്റുന്നത്, യേശുക്രിസ്തുവിന് മുമ്പിൽ മുഖാഭിമുഖം നിൽക്കാൻ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്. എൻ്റെ ജീവിതത്തെ ഒരു പടി കൂടെ മനോഹരമാക്കാൻ, ഈ ഭൂതലത്തെ ഒരു പടി കൂടെ മനോഹരമാക്കാൻ, ഈ സഭയെ ഒരു പടി കൂടെ മനോഹരമാക്കാൻ കർത്താവ് ഒരു പുതിയ വർഷത്തെ നമുക്കായി കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. For what this new year for us? To receive Holy Spirit, to receive Holy Spirit, to obey Holy Spirit, to obey Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ ഒരു പുത്തൻ വർഷം കൂടെ പിതാവായ ദൈവം തൻ്റെ ആനന്ദ കരുണയാൽ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമുഖത്തുള്ള സകല മക്കൾക്കും ദാനമായി നൽകിയിരിക്കുന്നു. സ്വീകരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എളിമയോടെ ഇന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കുന്നു. പിതാവേ, 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 ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂതലമെമ്പാടും ജീവൻ നഷ്ടപ്പെട്ട് വെറുമൊരു യന്ത്രത്തെ പോലെ ആയിത്തീർന്നിരിക്കുന്ന ജീവിതങ്ങളെയും സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും സഭാ സമൂഹങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ ചൈതന്യത്തെ അയക്കണമേ, അവിടുത്തെ ആത്മാവിനെ അയക്കണമേ, അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. ജീവൻ നഷ്ടപ്പെട്ട ഓരോ കുടുംബങ്ങളും, ഉണർവ് നഷ്ടപ്പെട്ട ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായൊരു പ്രവാഹം ഇപ്പോൾ അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ഞങ്ങളുടെ മേൽ വീശണമേ.
എ ഫ്രഷ് മൈറ്റി ഔട്ട്പോറിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നവമായ ശക്തമായ ഒരു പ്രവാഹം ഇപ്പോൾ ഞങ്ങളുടെ മേൽ വീശട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഇന്നോളം അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച് നന്മകൾ നൽകി അനുഗ്രഹിച്ചു. കർത്താവെ, ഈ വർഷം അവരുടെ സ്വപ്നം സാക്ഷാത്കൃതമായി മാറട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്താൽ തന്നെ പിതാവേ, ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാത്രി ഹൃദയത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ മുറിവുകളോട് ചേർത്ത് വെച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. എല്ലാ ദൈവമക്കളും അവരവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. ഈ ഒരു വർഷം, പുത്തൻ വർഷം, പുത്തനാണ്ട് ദൈവകൃപയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും വലിയ വർഷമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ വരുമ്പോൾ എൻ്റെ കാലിൻ്റെ രണ്ടാമത്തെ വിരലിന് പഴുപ്പുണ്ടായിരുന്നു. അത് ഒരു മാസമായത്. അതെപ്പോഴും ഇങ്ങനെ കടിയൊക്കെ വരണ്ടായിരുന്നു. പിന്നെ അത് പൊട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഓയിൻമെൻറ്റ് പറ്റിയിട്ട് കുറഞ്ഞില്ലേ. അപ്പം ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് അത് മാറുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാറിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന്. അത് മാറ്റി തന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈ കാലിൽ, ഈ വിരലിൽ ഒരു വ്രണം ഉണ്ടായിരുന്നു. അത് ഇതാ ഇപ്പോൾ കരിഞ്ഞിരിക്കുകയാണ്. ഞാനത് കാണുന്നുണ്ട്. അതിപ്പോൾ കരിഞ്ഞിരിക്കുകയാണ്. പഴുപ്പോ അല്ലെങ്കിൽ വ്രണമോ പഴുപ്പോ ചലമോ ഒന്നുമില്ല. നോക്കുക, മുമ്പിലുള്ളവർ വന്ന് നോക്കുക, കരിഞ്ഞിരിക്കുകയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൈയടിച്ച് സ്വയമാതപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ഹല്ലേലൂയ. എൻ്റെ പേര് ജോസൂട്ടി. ഞാൻ ഇടുക്കിയിൽ കുമ്മളി അട്ടപ്പള്ള ഇടവക്കാരനാണ്. 6-7 വർഷമായിട്ട് മുൻപ് ഞാനൊന്ന് അറക്കപ്പൊടിയായിട്ട് ചുമന്നുകൊണ്ട് വന്നപ്പം ഒന്ന് വീണതാണ്. നട്ടെല്ലിൻ്റെ പെടലിയുടെ അവിടുത്തെ 3ാമത്തെ കശേരി മുതൽ 6ാമത്തെ കശേരി 3 കശേരികൾക്ക് പൊട്ടലുണ്ടായി. 2 വർഷം ഞാൻ കിടപ്പായിരുന്നു. എനിക്ക് 1 കിലോ സാധനം പോലും കൈകൊണ്ട് നടക്കത്തില്ലായിരുന്നു. വലത് കൈയുടെ 3 വിരലും മരവിച്ചിരിക്കുകയായിരുന്നു. ഒരു ബസ്സിൽ പോയ യാത്ര ചെയ്യുമ്പോൾ കമ്പിയെ പിടിക്കാനോ ഒന്നും പറ്റുകയല്ല. നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ കമ്പിയെ ചാരി നിന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈയുടെ കുഴ കൊണ്ട് കെട്ടിപ്പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടിയ അവസരത്തിൽ 2ാമത്തെ ദിവസം എൻ്റെ കൈയുടെ മരവിപ്പ് മാറുകയും എനിക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാനായിട്ട് വിരലും എല്ലാം ഉപയോഗിച്ച് ഭക്ഷണം മാറി കഴിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇന്നലെ ആരാധനയുടെ സമയത്ത് എൻ്റെ പെടലിയുടെ ഉണ്ടായിരുന്ന വേദന എനിക്ക് കുനിയുവാനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ഒന്ന് ഓടുകയാണെങ്കിൽ തന്നെ അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുകയില്ല. രാത്രി കിടക്കുമ്പോഴെല്ലാം വേദന കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ലായിരുന്നു.
എന്നാൽ ഈ കഴിഞ്ഞ ആരാധന സമയത്ത് തുള്ളിച്ചാടി ഞാനിവിടെ ദൈവത്തെ സ്തുതിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ രാത്രി സുഖമായി ഉറങ്ങി. തലയണ വയ്ക്കാൻ പറ്റുകയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് തലയണ വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോഴെനിക്കില്ല. ദൈവം എന്നെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 7 വർഷം മുമ്പ് അറക്കപ്പടി ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ അറക്കപ്പടിയോടുകൂടെ വീണ് അന്ന് തൊട്ട് കശേരുക നട്ടലിൻ്റെ 3ാമത്തെ കശേരുക തൊട്ട് 6ാമത്തെ കശേരുക വരെ പൊട്ടൽ വീണ് അങ്ങനെ വളരെ ക്ലേശത്തിരിക്കുന്ന സഹോദരനായിരുന്നു. ഈ കൈ കൊണ്ട് ചോറുണ്ണാനോ അല്ലെങ്കിൽ മരച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശക്തി ഇദ്ദേഹത്തിന് മേൽ ഒഴുകി ഇദ്ദേഹം അത്ഭുതമവണ്ണം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊക്കെ ചോറുണ്ണുമ്പം വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കൈ കൊണ്ട് ഒന്നും തോന്നുന്നില്ല. നേരത്തെ ചോറുണ്ണുമ്പോൾ എങ്ങനെ തോന്നിയിരുന്നത്? ഈ 3 വിരലും വിറകുകമ്പ് പോലെ ഇരുന്നത്. വിറക് കമ്പ് പോലെയാണ് 3 വിരൽ ഇരുന്നിരുന്നത്. അങ്ങനെ എന്തോ സാധനം കൊണ്ട് ഞാൻ വാരി കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നത്. ഈ 2 വിരലിനെ ഒരു പിടിച്ചാൽ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു വിഷമവും ഇല്ല. എല്ലാം ഈ വിരൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ആഹ്ലാദത്തോടെ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.